ഫിലിം ഗ്യാരേജിലേക്ക് എല്ലാ സിനിമാ പ്രേമികൾക്കും സ്വാഗതം. ലാലേട്ടിന്റെ നായകനാക്കി ജിത്തു ജോസഫ് സംവിധാനം ചെയ്ത കോർട്ട് റൂം ഇമോഷണൽ ഡ്രാമ സിനിമ ആ ചിത്രത്തിന്റെ 4ാമത്തെ പ്രധാനപ്പെട്ട ദിവസമായ ഞായറാഴ്ച ദിവസത്തിലേക്ക് എത്തപ്പെട്ടിരിക്കുകയാണല്ലോ. ചിത്രത്തിന്റെ ആദ്യ 3 ദിവസത്തെ ഇന്ത്യൻ ബോക്സ് ഓഫീസ് കളക്ഷൻ, കേരള കളക്ഷൻ, വേൾഡ് വൈഡ് കളക്ഷൻ എല്ലാം തന്നെ ഇപ്പോഴത്തെ പുറത്തു വന്നിരിക്കുകയാണ്. ഇന്നലെ കേരള ബോക്സ് ഓഫീസിലെ പ്രതീക്ഷിച്ച പോലെ തന്നെ നേരെ എന്ന സിനിമയ്ക്ക് ഏറ്റവും മികച്ച ദിവസമായി മാറിയിരിക്കുകയാണ്. കേരളത്തിൽ മാത്രമല്ല വിദേശ രാജ്യങ്ങളിലടക്കം സിനിമയ്ക്ക് മികച്ച ദിവസമായി മാറിയിരിക്കുകയാണ്. നമ്മുടെ കേരള ബോക്സ് ഓഫീസിൽ നിന്ന് ഇന്നലെ മാത്രം 3,12,00,000 ഗ്രോസ് കളക്ഷൻ നേടിയെടുത്ത സിനിമ ഇതുവരെ 3 ദിവസങ്ങൾ കൊണ്ട് കേരളത്തിൽ നിന്ന് ആകെ നേടിയെടുത്തിരിക്കുന്നത് 8,29,00,000 ഗ്രോസ് കളക്ഷൻ ആണ്. റെസ്റ്റ് ഓഫ് ഇന്ത്യയിൽ നിന്നും 1 കോടി ഗ്രോസ് കളക്ഷൻ നേടിയെടുത്ത സിനിമ വിദേശ രാജ്യങ്ങളിലെ ഓവർസീസ് കളക്ഷനായിട്ട് ഓവറോൾ കളക്ഷനായിട്ട് നിലവിൽ നേടിയെടുത്തിരിക്കുന്നത് $1 മില്യൺ അതായത് 10,20,00,000 രൂപ. വളരെ മികച്ചൊരു കളക്ഷനാണ് വിദേശ രാജ്യങ്ങളിലെ സിനിമ നേടിയെടുത്തത് എന്ന് ഈ റിപ്പോർട്ടിൽ നിന്ന് വ്യക്തമാകുന്നു. UK-യിൽ നിന്ന് മാത്രം 58 ലക്ഷം കളക്ഷൻ നേടിയെടുത്ത സിനിമ അങ്ങനെ ലോകമെമ്പാട് നിന്നും ഇതുവരെ വെറും 3 ദിവസങ്ങൾ കൊണ്ട് നേടിയെടുത്തിരിക്കുന്നത് 19,50,00,000 രൂപയാണ്. മോളിവുഡിലെ കോർട്ട് റൂം ഡ്രാമ സിനിമകളിലെ ഏറ്റവും വേഗതയാർന്ന കളക്ഷനാണ് നേര് എന്ന സിനിമയുടെ എന്ന കാര്യത്തിൽ സംശയമില്ല. ഇന്ന് ഞായറാഴ്ച ഇന്നലത്തേക്കാൾ മികച്ച ദിവസമായിരിക്കുമെന്നാണ് നിലവിൽ ബുക്കിംഗ് സ്റ്റാറ്റസ് നോക്കുകയാണെങ്കിൽ വ്യക്തമാകുന്നത്. കേരളത്തിൽ അത്രയ്ക്ക് മികച്ച ബുക്കിംഗ് നടക്കുന്നു. അതോടൊപ്പം തന്നെ റെസ്റ്റ് ഓഫ് ഇന്ത്യയിലും വിദേശ രാജ്യങ്ങളിലും മികച്ച ബുക്കിംഗ് നടക്കുന്നു എന്നറിയാനായിട്ട് കഴിയുന്നു. ഇന്നത്തോടെ 20 കോടിയല്ല 25 കോടിക്ക് മുകളിലെ വേൾഡ് വൈഡ് കളക്ഷൻ നേടിയെടുക്കുമെന്ന് ഉറപ്പാക്കപ്പെട്ടിരിക്കുകയാണ്. അതിന്റെ പുതിയ റിപ്പോർട്ടുകൾ രാത്രിയോടെ അറിയാനായിട്ട് കഴിയും. കാത്തിരിക്കുക ആ റിപ്പോർട്ടുകൾ കേട്ടാം. വീഡിയോ അവസാനിപ്പിക്കുന്നതിന് മുന്നേ വീണ്ടും ഒരു പോയിന്റിലേക്ക് വരികയാണെങ്കിൽ, ഒരു സിനിമ തിയേറ്ററുകളിലേക്ക് എത്തി ആദ്യ ദിവസം പോസിറ്റീവ് അഭിപ്രായങ്ങൾ നേടിയെടുത്താൽ ആ സിനിമയെ എത്ര ഡിഗ്രേഡ് ചെയ്താലും ആ സിനിമ വിജയിച്ചിരിക്കുമെന്ന് നമ്മുടെ മുൻ സിനിമകളുടെ അനുഭവം കൊണ്ട് വ്യക്തമായതാണ്. അതോടൊപ്പം തന്നെ നേരിന്റെ അനുഭവം കൊണ്ട് നാം ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. എന്നാൽ ആ ഒരു ബോധവും ബുദ്ധിയും ഇല്ലാത്ത ചില പ്രമുഖ ആരാധകർ നമ്മുടെ കേരളത്തിലുണ്ട് എന്നാണ് നാം മനസ്സിലാക്കുന്നത്. നേരെ എന്നൊരു മലയാളം സിനിമ എന്നതിലുപരി ലാലേട്ടിന്റെ സിനിമ വിജയത്തിലേക്ക് പോകുന്നത് ചില പ്രമുഖ ഫാൻസിനെ എല്ലാം തന്നെ അസ്വസ്ഥരാക്കുന്നു എന്നാണ് ഇന്നേ ദിവസം കാണാൻ കഴിഞ്ഞ ഏറ്റവും പുതിയ ഡീഗ്രേഡിംഗ് പ്രവൃത്തികളിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിഞ്ഞത്. നേരെ സിനിമയുടെ വ്യാജ പ്രിന്റ് ഒരു പ്രമുഖ ഗ്രൂപ്പിൽ ഷെയർ ചെയ്ത് അത് മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യാനായിട്ട് ആഹ്വാനം ചെയ്യുക. ഒപ്പം ചിത്രം തിയേറ്ററുകളിൽ പോയി കാണാതെ ഈ തിയേറ്റർ പ്രിന്റ് തന്നെ കാണണമെന്ന് ഗ്രൂപ്പ് അംഗങ്ങളോട് ആവശ്യപ്പെടുന്ന കാഴ്ചയെല്ലാം തന്നെയാണ് കാണാനായിട്ട് കഴിഞ്ഞത്. ഇത് പറഞ്ഞ ഫാൻ ഗ്രൂപ്പിന്റെ സ്ക്രീൻഷോട്ട് എല്ലാം തന്നെ നമ്മുടെ പക്കലുണ്ട്. എന്നാൽ ആ ഫാൻ ഗ്രൂപ്പിന്റെ സ്ക്രീൻഷോട്ട് പ്രേക്ഷകർക്ക് മുന്നിലേക്ക് എത്തിച്ചാൽ ആ ഫാൻ ഗ്രൂപ്പ് ഏത് നടന്റെയാണ് എന്ന് പ്രേക്ഷകർ അറിയും. അങ്ങനെ പ്രേക്ഷകരിലേക്ക് എത്തിച്ച് ആ നല്ല നടനെ അപമാനിതനാക്കാനായിട്ട് നാം മുതിരുന്നില്ല. എന്തായാലും നേര് എന്ന സിനിമയ്ക്കെതിരായിട്ട് ഇപ്പോഴും ഡിഗ്രേഡിംഗ് നടക്കുന്നു എന്നാണ് ഈ പ്രവൃത്തിയിൽ നിന്ന് വ്യക്തമാകുന്നത്. എത്രയെല്ലാം തന്നെ ഡിഗ്രേഡ് ചെയ്താലും ലാലേട്ടിന്റെ സിനിമ പോസിറ്റീവ് അഭിപ്രായങ്ങൾ നേടിയെടുത്താൽ അത് വിജയിക്കും. ചെറിയ വിജയമല്ല, വേറെ ലെവൽ വിജയത്തിലേക്ക് പോകുമെന്ന് ഇപ്പോൾ നാം കണ്ടുകൊണ്ടിരിക്കുകയാണ്. കാത്തിരിക്കൂ കൂടുതൽ നേര് വാർത്തകൾക്കും വിവരങ്ങൾ കേട്ടാം.